ബോസിലേക്കോ? പിന്നെ ബിഗ് ബോസിലേക്ക് എന്നെ വിളിച്ചിട്ടില്ലല്ലോ, പിന്നെ അങ്ങനെ. അതൊരു പക്ഷെ നമുക്ക് ബിഗ് ബോസിൽ കാണാൻ പറ്റുമായിരിക്കും. ഇതിനകത്ത് വേറൊരാളായിട്ടൊന്നും തീരുന്നൊന്നുമില്ല, ഇതൊക്കെ തന്നെയാണ് രേണുസുതി. ആണോ? സത്യം. ഞാനേ കേട്ടിട്ടുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ ബാത്റൂമിൽ നിന്ന് രേണു ചേച്ചിയുടെ സൗണ്ട് കേൾക്കുന്നത്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അത്രയും ഇന്റർവ്യൂ ഇരുന്ന് കാണുവാ. ഇതെവിടെ കെട്ടിയോന്? ഞാനൊന്നും പറഞ്ഞില്ല, അമ്മയാണില്ല. അപ്പൊ എവിടെ തിരിഞ്ഞാലും ഞാനാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാ? ഇതൊക്കെ മറക്കാൻ ആഗ്രഹിച്ചാലും മറക്കാൻ സമ്മതിക്കില്ലെന്നാണ് ആളുകൾ പറയുന്നത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടിട്ട് അതല്ല, എനിക്കിവളെ കണ്ണിന് കാണില്ല. കമന്റാ, പൂ ആ കുട്ടിയൊക്കെ പച്ചക്ക് തെറിയൊക്കെ വിളിച്ചിട്ട് പിന്നെ ഇവൻ എന്തിനാന്നേ കാണാൻ വരുന്നത്? ഒരു വകതിരിവില്ലാത്ത മലയാളി. അപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ചേച്ചിന്റെ വയറിന് ഭയങ്കര ഫാൻസാ ഉണ്ട്. സമൂഹത്തിന്റെ ഒക്കെ ഒരു പോക്കേ, അവർക്കൊക്കെ വല്ല പണിയെടുത്ത് ജീവിക്കരുത്. കണ്ടു രേണുസുതി ആർമി എന്നൊക്കെ പറഞ്ഞിട്ട്, രേണുസുതി ഫ്ലവർ അല്ലടാ, ഫയർ. പണ്ടേ പരദൂഷണം പറയാനേ എന്നെ കഴിഞ്ഞിട്ടേ ഉള്ള ആള്. ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ? തോന്നി വന്നാൽ ഞാൻ കൊടുക്കും. നല്ല കമന്റ്സിനെല്ലാം ലവ് ചിഹ്നവും ലവ് യു ഉമ്മയൊക്കെ കൊടുക്കും. അമ്മയ്ക്ക് ഒരു ഉമ്മ. ഐ ലവ് യു പറയുന്നത് ഐ ലവ് യു ഉമ്മ കൊടുക്കും. അത് നെഗറ്റീവ് വന്ന റിപ്ലൈക്ക് നല്ല വർത്താനം ഞാൻ പറയും. നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിക്കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ.